ഡിന്നറിന് ഒരു സാമണും കുറച്ച് വെജിറ്റബിൾ സോർട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ആൻഡ് ഇത് സോക്കി സാൽമണ, ഇത് സീ സാൽമണ ഒക്കെ, വൈൽഡ് സാൽമണ. ശരിക്കും വൈൽഡ് സാൽമണ നല്ലത്, ഈ ഫാം റൈസ് സാൽമണേക്കാളും നല്ലത് വൈൽഡ് സാൽമണ. ഓക്കെ, ഞാനിത് ഇങ്ങനൊരു പീസായിട്ട് വാങ്ങിച്ചതാണ്. അതൊന്ന് ചെറുതായിട്ട് പാനിൽ വെച്ചൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ നമ്മൾ വറക്കണ പോലെയല്ല. അത് ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബ്രോക്കലി പിന്നെ മഷ്റൂം സ്പിനച്ചൊക്കെ എടുത്ത് വെച്ചേക്കുക. അത് കഴുകിയിട്ട് അത് വെജിറ്റബിൾ ഒന്ന് സോർട്ട് ചെയ്തും പിന്നെ സാൽമൺ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. ക്ലീൻ ചെയ്തിട്ട് ഒരു 4 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എല്ലാം പരട്ടുമ്പോഴൊക്കെ എന്തൊക്കെയാണ് അങ്ങനത്തെ പരട്ടുന്നതെന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ വെജിറ്റബിളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ബ്രോക്കോളി പിന്നെ മഷ്റൂമോ അല്ലെങ്കിൽ സ്പിനച്ച് അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ്. ഞാനിതിപ്പം ഇത്രയേ ഉള്ളൂ, 3 സാധനം എടുത്ത് വെച്ചിരിക്കുന്നു. ഇത് ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ സാൽമണൊക്കെ എന്താ പറയുക ചെതുമ്പല് പോലെ സ്കെയിൽസ്. അപ്പം നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മസാല ഉണ്ടാക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ടർമറിക് പൗഡർ, കുറച്ച് എരിവുള്ള മുളക് പൊടി, ഒരു നുള്ളു കുമിൻ പൗഡർ, ഫിഷ് മസാല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഫിഷ് മസാല. പിന്നെ മറ്റേതൊക്കെ കുറച്ച് ½ ടേബിൾ സ്പൂൺ വെച്ചിട്ടു. പിന്നെ കുറച്ച് പെപ്പർ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ച് പിന്നെ കുറച്ച് സാൾട്ടും ഒലിവ് ഓയിൽ ഒഴിക്കണം. ഓക്കെ, ഇത് നളപാചകമൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നു. ഇതിങ്ങനെ ചെറുതായിട്ട് ഇതിനകത്തെല്ലാം ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് അപ്പോഴും മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. ആ മസാല ഇതിനകത്തോട്ട് ഒക്കെ പുരട്ടുക. കാരണം ഇതിനകത്ത് കുറച്ച് ഒലിവ് ഓയിലാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്, ഈ പൊടിയെല്ലാം എടുത്തിട്ട്. ഇതുപോലെ 2 സൈഡിലും മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചേക്കുക. ബ്രോക്കോളി സ്പിനച്ച് എടുത്ത് വെച്ചേക്കുക. ഈ ബ്രോക്കോളി ഫ്രോസൺ. ഓക്കെ, ഈ ഫ്രോസൺ വാങ്ങിച്ചുള്ളൊരു യൂസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് റെഡി ആയിട്ടിരിക്കും. അത് നല്ലത് ഒരു ഓർഗാനിക് ബ്രോക്കോളിയാണ്. ഓക്കെ, ഞാനിവിടെ ആണെങ്കിൽ കോസ്കോ ഞങ്ങൾക്ക് കിട്ടും ഈ സാധനം. മഷ്റൂം ഇങ്ങനെ ചെറിയ പീസായിട്ട് എടുക്കുക. വെജിറ്റബിളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മസാലയൊക്കെ ഇങ്ങനെ കുറച്ചൊരു ഇവിടെ നിന്ന് പിടിക്കട്ടെ. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഞാനൊരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുക. അതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതെല്ലാം എടുത്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ അതിനകത്തിട്ടൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. പിന്നെ എനിക്ക് മഷ്റൂം ചെറുതായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടി പാനിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഇവിടെ സാധനം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ബ്രോക്കോളിയുടെ റെഡിയാവുന്നു. മഷ്റൂമും സോസ് ചെയ്തെടുക്കുക. കുറച്ച് പെപ്പർ ഇടുക, കുറച്ച് സാൾട്ട്. പെപ്പറും സാൾട്ടും പിന്നെ ഒലിവ് ഓയിലും ഇതിനകത്ത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് മാറ്റിയെടുക്കുക. ബ്രോക്കോളിക്കകത്ത് ഇത്രയും ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയായിട്ട് കൊടുക്കുന്നു. ഒരു സൈഡാണ് വെച്ച് കൊടുക്കണം.
സൈഡ് വെക്കുക. തിരിച്ചിട്ടേക്കണം. അവിടെ ഇതൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. പിന്നെ ഓൾറെഡി ഇങ്ങനെ സാൽമൺ ഓയിലുണ്ടല്ലോ, അത് വരും. അഥവാ ഇങ്ങനെ അടുക്കി പിടിക്കണമെന്നോ എല്ലാം തോന്നുന്നത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനകത്ത് ഞങ്ങൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ ഇങ്ങനെ വെന്തിട്ടില്ല, ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും അടച്ച് വെച്ചേക്കാം. കുറച്ച് വെജിറ്റബിളും കുറച്ച് ഫിഷൊക്കെ കഴിക്കുമ്പം ഒത്തിരി ഹെവി ആയിരിക്കില്ല. ഈ മഷ്റൂം ഇങ്ങനെ വാടിയിട്ടുണ്ടാവുന്നില്ല, അതിനകത്തോട്ട് തന്നെ നമ്മൾ സ്പിനച്ച് ഇടുക. അതിനകത്ത് നിന്നും അത് വാടിക്കോളും. അത് ഓൾറെഡി ഓഫ് ചെയ്തിട്ട് അപ്പം മഷ്റൂമായ അങ്ങനത്തെ ഫുഡിൽ നിന്ന് വാടി വന്നോളൂ. അതിനകത്ത് നമ്മൾ പെപ്പറും സാൾട്ട് ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഒലിവ് ഓയിലും പെപ്പറും സാൾട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മഷ്റൂം ഇട്ടിപ്പോഴും കുറച്ച് പെപ്പറും സാൾട്ട് ഇട്ടിപ്പോൾ സ്പിനാച്ച് അതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്റ്റവ് ഓൾറെഡി ഓഫ് ചെയ്തേക്കുക. അപ്പം അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ വാടിയാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ. സ്പിനച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എൻ്റെ പ്ലേറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ബ്രോക്കോളി ഇട്ടത് സ്പിനച്ച് ആൻഡ് മഷ്റൂം വരുന്നു. ഓക്കെ, അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നല്ലേ. ഞാനൊരു പീസ് എടുത്തിങ്ങനെ ഇറ്റ്സ് റിയലി യമ്മി. ഓക്കെ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സാൽമണും വെജിറ്റബിളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതായി ഡിന്നറിനൊക്കെ ഒത്തിരി ഹെവിയൊന്നും അല്ല, നന്നായിട്ട് ഗുണമുള്ള സാധനങ്ങളെല്ലാം. ഓക്കെ, ബൈ.